കൈവിലങ്ങണിയിച്ച് കാലുകൾ ചങ്ങലക്കിട്ട് മണിക്കൂറുകളോളം വെള്ളവും ഭക്ഷണവുമില്ലാത്ത നരകയാത്ര. വല്ലപ്പോഴും കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിലെ വിലങ്ങ് ഊരിക്കൊടുത്തില്ല. ടോയ്ലറ്റിൽ പോകാനും സ്വാതന്ത്ര്യമില്ല. കാലിലെ ചങ്ങല അഴിച്ചു കൊടുത്തതുമില്ല. ബാത്റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് തള്ളിയിടും. കൊടും യാതനകൾ സഹിച്ചു വേണം കാര്യം സാധിക്കാൻ. സൈനിക വിമാനത്തിൽ പഞ്ചാബിൽ കൊണ്ടു തള്ളിയ 104 ഇന്ത്യക്കാരോട് അമേരിക്കൻ സൈന്യം ചെയ്തതാണിതെല്ലാം. കൊടും ക്രിമിനലുകളെ പോലെയാണ് അവരെ ഇന്ത്യയിൽ എത്തിച്ചത്. നാട്ടിലെത്തിയവരുടെ അനുഭവ വിവരങ്ങൾ വൻ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് രാജ്യത്ത്. പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധമുയർത്തിയപ്പോൾ അനധികൃത കുടിയേറ്റക്കാരോട് അമേരിക്ക എക്കാലവും സ്വീകരിക്കുന്ന നയമാണെന്ന് പറഞ്ഞ് കൊച്ചാക്കി കളയുകയായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒരു പടി കൂടി കടന്ന് അനധികൃത കുടിയേറ്റക്കാരോട് നമ്മളും ഇതേ സമീപനം സ്വീകരിക്കണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു മന്ത്രി. കൊടിയ ദുരിതങ്ങൾ സഹിച്ച് ഇന്ത്യയിൽ വന്നിറങ്ങിയ മനുഷ്യരെ ക്രിമിനലുകളാക്കി സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ ക്യാമ്പയിനും അരങ്ങു തകർക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറ്റ സുഹൃത്ത് എന്ന് സ്വയം അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെയും സംഭവത്തെക്കുറിച്ച് ഒരക്ഷരം ഒഴിഞ്ഞിട്ടില്ല. എന്നാൽ അമേരിക്കയുടെ അയൽപ്പക്കത്തുള്ള സാമ്പത്തികമായും സൈനികമായും അത്രയൊന്നും കരുത്തരല്ലാത്തൊരു ചെറു രാജ്യം ട്രംപിന്റെ ഭീഷണിയെ നേരിട്ടത് ധീരമായിട്ടായിരുന്നു. കൊളംബിയയും അവരുടെ നേതാവ് ഗുസ്താവോ പെട്രോയുമാണ് സ്വന്തം ജനതയുടെ ആത്മാഭിമാനത്തിന്റെ വില എന്താണെന്ന് മോദിക്കും BJP സർക്കാരിനും കാണിച്ചു കൊടുത്തത്. ഇന്ത്യയിലേക്ക് അയച്ച പോലെ കൊളംബിയക്കാരെയും സൈനിക വിമാനത്തിൽ കൈകാലുകളിൽ വിലങ്ങിട്ട് കൊണ്ടുവരാനായിരുന്നു നീക്കം. എന്നാൽ കുടിയേറ്റക്കാരുമായി എത്തിയ വ്യോമസേന വിമാനങ്ങൾ കൊളംബിയൻ മണ്ണിൽ ഇറങ്ങാൻ പെട്രോ അനുവദിച്ചില്ല. വന്ന വഴിക്ക് തന്നെ അവരെ തിരിച്ചയച്ചു. കൊളംബിയൻ കുടിയേറ്റക്കാരെ ക്രിമിനലുകളെ പോലെ കൈകാര്യം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് പെട്രോ അമേരിക്കൻ വിമാനം തിരിച്ചയച്ചത്. കുടിയേറ്റക്കാരെ അവരുടെ അന്തസ്സോടെ തന്നെ തിരിച്ചെത്തിക്കാനുള്ള വഴികൾ ഉണ്ടാക്കണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടു. കുടിയേറ്റക്കാരെ മനുഷ്യർ അർഹിക്കുന്ന അന്തസ്സോടെ കൈകാര്യം ചെയ്യാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് കൊളംബിയൻ കുടിയേറ്റക്കാരുമായി എത്തിയ US സൈനിക വിമാനം ഞാൻ തിരിച്ചയച്ചത്. കുടിയേറ്റക്കാരെ വേണ്ടാത്ത രാജ്യത്ത് അവരെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരെ ആദരവോടെയും അന്തസ്സോടെയും മാത്രമേ ഞങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കാൻ പാടുള്ളൂ. സിവിലിയൻ വിമാനങ്ങൾ അയച്ച് ഞങ്ങളുടെ പൗരന്മാരെ കൂട്ടിക്കൊണ്ടുവരും. അവരെ ക്രിമിനലുകളായി കൈകാര്യം ചെയ്യാൻ വിടില്ലെന്നും പെട്രോ ഉറച്ച സ്വരത്തിൽ വ്യക്തമാക്കി. ഇതോടൊപ്പം ഒരു ഭീഷണിയും അതുവഴി ഒരു മാതൃകയും ട്രംപിന് കൈമാറുന്നുണ്ട് പെട്രോ. കൊളംബിയയിൽ നിയമവിരുദ്ധമായി കഴിയുന്ന 15,660 അമേരിക്കക്കാരുടെ കാര്യം എടുത്തായിരുന്നു തിരിച്ചടി. കുടിയേറ്റക്കാർ മനുഷ്യരാണെന്നും അവർക്കും അവകാശങ്ങളുണ്ടെന്നും വ്യക്തമാക്കി പെട്രോ. അതുകൊണ്ട് താൻ അമേരിക്കൻ പതാക കത്തിക്കുന്നതോ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ റെയ്ഡ് നടത്തി കൈവിലങ്ങണിയിച്ച് അമേരിക്കയിലേക്ക് തിരിച്ചയക്കുന്നതോ നിങ്ങൾക്ക് കാണാനാകില്ല. സ്വാതന്ത്ര്യവാദികൾ ഒരിക്കലും മാനുഷിക സ്വാതന്ത്ര്യത്തിൽ ഇടപെടില്ല. ഞങ്ങൾ നാസികളുടെ എതിർപക്ഷത്താണുള്ളതെന്നും വ്യക്തമാക്കി കൊളംബിയൻ പ്രസിഡന്റ്. കൊളംബിയൻ താമസം നിയമവിധേയമായി വേണമെന്നും ഇതിനായി ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ബന്ധപ്പെടണമെന്നും അമേരിക്കക്കാരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. പെട്രോ US വിമാനങ്ങൾ തിരിച്ചയച്ചതിന് പിന്നാലെ കടുത്ത പ്രതികാര നടപടികളിലേക്ക് കടക്കുകയായിരുന്നു ട്രംപ് ചെയ്തത്. കൊളംബിയൻ ചരക്കുകൾക്ക് 25% നികുതി ചുമത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ അത് 50% ഉയർത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇതിനു പുറമെ കൊളംബിയൻ സർക്കാർ വൃത്തങ്ങൾക്കും സഖ്യകക്ഷി നേതാക്കൾക്കും പെട്രോയുടെ കൊളംബിയ ഹ്യൂമന പാർട്ടിക്കാർക്കും ഇവരുടെയെല്ലാം കുടുംബങ്ങൾക്കും അമേരിക്കയിലേക്ക് യാത്രാവിലക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിയമവിരുദ്ധ ക്രിമിനലുകളെ നാടുകടത്താനായി പുറപ്പെട്ട വിമാനങ്ങൾ തിരിച്ചയച്ചത് കൊളംബിയയുടെ സോഷ്യലിസ്റ്റ് പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ ഉത്തരവിലാണെന്ന് ട്രംപ് വിമർശിച്ചു. ഗുസ്താവോയുടെ ഇടപെടൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷയും പൊതുസുരക്ഷയും തകർത്തതുകൊണ്ടാണ് ശിക്ഷാ നടപടികൾ പ്രഖ്യാപിക്കുന്നതെന്നും വ്യക്തമാക്കി. എന്നാൽ സ്വന്തമായി വിമാനം അയച്ച് കുടിയേറ്റക്കാരെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് കൊളംബിയ ചെയ്തത്. നാട്ടിൽ വിമാനമിറങ്ങി അവരെ കാണാൻ സാക്ഷാൽ ഗുസ്താവോ പെട്രോ തന്നെ നേരിട്ടെത്തി. അവർ വന്ന വിമാനത്തിൽ തന്നെ കയറി ചെന്ന് എല്ലാവരെയും അഭിസംബോധന ചെയ്തു. പ്രതീക്ഷ പകരുകയും സർക്കാർ സഹായങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തു. നമ്മുടെ നാട്ടുകാർ ആത്മാഭിമാനത്തോടെ കൈകളിൽ വിലങ്ങുകളില്ലാതെ അമേരിക്കയിൽ നിന്ന് സ്വതന്ത്രമായി തിരിച്ചെത്തിയിരിക്കുകയാണെന്ന് പെട്രോ ഇതിനുശേഷം പറഞ്ഞു. കുടിയേറ്റക്കാർ ക്രിമിനലുകളല്ല, സ്വതന്ത്രമായ മനുഷ്യരാണ്. ഇവരെല്ലാം കൊളംബിയക്കാരാണ്, സ്വതന്ത്രരാണ്, ആത്മാഭിമാനമുള്ളവരാണ്. സ്നേഹിക്കപ്പെടുന്ന നാട്ടിലാണ് അവർ വന്നിറങ്ങിയിരിക്കുന്നത്. കുടിയേറ്റക്കാർ ക്രിമിനലുകളല്ല, അധ്വാനിച്ച് മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് അവരെന്നും പെട്രോ പറഞ്ഞു. നാട്ടിലെത്തിയവർക്കായി ചെലവ് കുറഞ്ഞൊരു ക്രെഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്ന വിവരവും അദ്ദേഹം പ്രഖ്യാപിച്ചു. അമേരിക്കയിൽ രേഖകളില്ലാതെ കഴിയുന്ന കൊളംബിയക്കാരോടെല്ലാം എത്രയും വേഗം നാട്ടിലേക്ക് തിരിച്ചെത്താനും പെട്രോ നിർദ്ദേശിക്കുന്നുണ്ട്. എത്രയും വേഗം ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്താനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. മടങ്ങി വരുന്നവരുടെ കാര്യം സാമൂഹിക ക്ഷേമ വകുപ്പ് നോക്കുമെന്നും എല്ലാവർക്കും ലോണുകൾ നൽകുമെന്നും പ്രഖ്യാപിച്ചു. അധ്വാന വർഗമാണ് രാജ്യത്തിന്റെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും നമുക്ക് ഒന്നിച്ച് കൊളംബിയയുടെ സാമൂഹിക സമ്പത്ത് കെട്ടിപ്പടുക്കാമെന്നും പെട്രോ ആഹ്വാനം ചെയ്തു. ട്രംപിന്റെ ഉപരോധത്തിനും യാത്രാവിലക്കിനും പുല്ലുവില കൽപ്പിക്കുന്നില്ലെന്നും പെട്രോ ദീർഘമായൊരു കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. താൻ തൽക്കാലം അമേരിക്കൻ യാത്രയെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പരിഹസിച്ചു കൊളംബിയൻ പ്രസിഡന്റ്. ട്രംപിന് മുന്നിൽ കീഴടങ്ങില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട് പെട്രോ. വേണമെങ്കിൽ സാമ്പത്തിക ശക്തിയും അഹങ്കാരവും കൊണ്ട് ഒരു അട്ടിമറിക്ക് നോക്കിക്കോളൂ, പക്ഷെ ഞാൻ ഇവിടെ തന്നെ മരിക്കും. അതിക്രമങ്ങളെയാണ് ഞാൻ ചെറുത്തു നിന്നത്, താങ്കളെയും ചെറുക്കും.
വെള്ളക്കാരായ ദാസന്മാർക്ക് കൈ കൊടുക്കാൻ എന്നെ കിട്ടില്ല. വെള്ളക്കാരും സ്വാതന്ത്ര്യവാദികളുമായ ലിങ്കണിന്റെ പിന്മുറക്കാർ, വെള്ളക്കാരും കറുത്തവരുമായ കർഷകർ, അവരാണ് അമേരിക്കക്കാർ. അവർക്ക് മുന്നിലേ ഞാൻ മുട്ടുമടക്കുമെന്നും ഉറച്ച സ്വരത്തിൽ പെട്രോ പറഞ്ഞു. കൊർദോവ ഖിലാഫത്തിന്റെയും അക്കാലത്തെ നാഗരികതയുടെയും ഏഥൻസിൽ ജനാധിപത്യം കൊണ്ടുവന്ന മെഡിറ്ററേനിയനിലെ റോമൻ ലത്തീനുകാരുടെയും അവരുടെ നാഗരികതയുടെയും അമേരിക്കയിൽ അടിമകളായി കഴിഞ്ഞ കറുത്ത വംശജരായ പോരാളികളുടെയും എല്ലാം രക്തമാണ് കൊളംബിയയുടേതെന്നും അഭിമാനം കൊള്ളുന്നുണ്ട് പെട്രോ. ഈജിപ്ഷ്യൻ ഫറോമാരുടെ കാലത്ത് തൊഴിലെടുത്ത് ജീവിച്ചിരുന്ന തട്ടാന്മാരും ചിരിബിക്കുറ്റിയിലുള്ള ലോകത്തെ തന്നെ ആദ്യത്തെ കലാകാരന്മാരുമെല്ലാം ചേർന്നാണ് ഈ ദേശത്തെ നിർമ്മിച്ചതെന്നും ട്രംപിന് തങ്ങളെ ഭരിക്കാനാകില്ലെന്നും പ്രഖ്യാപിച്ചാണ് ഗുസ്താവോ പെട്രോ അമേരിക്കൻ ഭീഷണികളെ നേരിട്ടത്.